എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന നമ്മുടെ ഇഫാന്റെ ഫ്രണ്ടും ഈ ഹാനും കൂടി അവന്റെ ഗ്രാൻഡ് പാരന്റ്സിനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അതേസമയം കള്ളക്കാമുകിയും കാമുകനും ആയിട്ടാണല്ലോ ഇവര് പോകുന്നത്. ഇവനാണെങ്കിൽ ഒരു 1500 വട്ടെങ്കിലും മിനിമം ഇവളെടുത്ത് പറയുന്നുണ്ട് ഇവളുടെ പേര് വാങ് ലിനിൻ എന്നാണ്, ഇവളുടെ പേര് മാറ്റി പറയത്. സംഭവം എന്താ വെച്ചാൽ ഇവന്റെ ബ്രേക്കപ്പ് ആയി പോയ ഗേൾഫ്രണ്ടിനാണല്ലോ കൊണ്ടുവരുന്നത്. അതേസമയം അവളുടെ പേരാണ് ഇവക്ക് എന്നുള്ള രീതിയിൽ ഇവളോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇവളാണെങ്കിൽ ഇവരുടെ റിലേഷൻഷിപ്പിനെ പറ്റി ഒരു റിസർച്ച് തന്നെ നടത്തിയിട്ടുണ്ട്. ഇവർ എന്ന് മുതലാണ് കണ്ടത്, എങ്ങനെയാണ് ഇവര് ഫസ്റ്റ് ആയിട്ട് മീറ്റ് ചെയ്യുന്നത്, ഇത്ര വട്ടം ബ്രേക്കപ്പ് ആയി, എന്തൊക്കെയാണ് ഇവർ ആദ്യമായിട്ട് ഗിഫ്റ്റ് കൊടുത്തത്, എല്ലാം അവള് നന്നായിട്ട് റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ഇവനാണെങ്കിൽ ഇവളെടുത്ത് ചോദിക്കുകയാണ് നീ ഇതെല്ലാം എങ്ങനെയാ കണ്ടുപിടിച്ചതെന്ന്. അപ്പൊ അവള് പറയുന്നുണ്ട് ഞാൻ നിന്റെ ഓരോ പോസ്റ്റിനൊക്കെ കണ്ട് എല്ലാം കൂടി സെറ്റാക്കി പഠിച്ചു വരികയാണെന്ന് പറയും. അടുത്ത സീനിൽ നമ്മുടെ ഇഫാൻ അവളുടെ ഓഫീസിൽ കയറുമ്പോൾ തന്നെ അവിടെയുള്ള വാച്ച്മാന് അവളുടെ കയ്യിലൊരു റെഡ് എൻവലപ്പ് കൊടുക്കുന്നുണ്ട്. അവൾ അതും വാങ്ങി അവളുടെ ഓഫീസിൽ പോയി ഇരിക്കുമ്പോൾ അവളുടെ അമ്മയുടെ കുറെ മെസ്സേജ് ഉണ്ടാവും. സംഭവം അവളുടെ അമ്മയായിരിക്കും അവൾക്ക് ഈ റെഡ് എൻവലപ്പ് അയച്ചു കൊടുത്തത്. എന്നിട്ട് ഈ വളി റെഡ് എൻവലപ്പ് നോക്കുന്ന സമയത്ത് അവൾ അവളുടെ അച്ഛൻ പറഞ്ഞൊരു കാര്യം ഓർക്കാണ്. ഇതേ സമയം ഇവളുടെ അച്ഛൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഇവളെടുത്ത് പറയുന്നുണ്ടാവും നീ നിന്റെ അമ്മേനെ നന്നായിട്ട് നോക്കണം എന്നൊക്കെ പറയുന്നുണ്ടാവും. ഇത് ഇവൾ ഓർത്തിട്ട് ഇവൾ അപ്പം തന്നെ അവളുടെ അമ്മയ്ക്ക് കോൾ ചെയ്യും. ഇവളുടെ ഒരു കോള് കിട്ടിയപ്പോൾ തന്നെ അമ്മക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇവൾ ഒരിക്കലും വിളിക്കുന്ന അമ്മ വിചാരിച്ചിട്ടുണ്ടാവില്ല. എന്നിട്ട് അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട് ഇവള് എനിക്ക് നിങ്ങൾ അയച്ച റെഡ് എൻവലപ്പ് കിട്ടിയിരുന്നു. എന്നിട്ട് ഇവൾ എന്നെ അമ്മേന്റെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലും ഫ്രീ ആവുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ദിവസം നിങ്ങളെ കാണാൻ വരുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ അമ്മക്ക് ഭയങ്കര സന്തോഷമായിട്ട് അമ്മ ഇവിടെ അടുത്ത് പറയുന്നുണ്ട് എന്നാൽ നമുക്ക് ഈ വീക്കെൻഡ് തന്നെ ആക്കാന്ന് പറയും. ഇവൾക്കത് ഓക്കെ ആണെന്ന് പറയുന്ന സമയത്ത് അതും അമ്മയ്ക്ക് ഒരു അത്ഭുതമായിരിക്കും. കാരണം ഇത്രയും കാലമായിട്ട് ഇവൾ ഒരിക്കലും ഈ അമ്മയുടെ അടുത്ത് പോയിട്ടുണ്ടാവില്ല. ഇതേ സമയം തന്നെ ഇവളടുത്ത് അമ്മ പറയും എന്നാ പിന്നെ നമുക്ക് ഇന്ന് തന്നെ ആക്കിയാലോ എന്ന് പറയും. ഇതേ സമയം ഇവള് ചോദിക്കും എന്താ നിങ്ങൾക്ക് ഇത്രയും തിരക്കാണോ എന്ന്. എന്നിട്ട് ഈ അമ്മ ആണെങ്കിൽ നിന്റെ വർക്ക് കഴിഞ്ഞിട്ട് നീ വരണമെന്ന് പറയും. സംഭവം ഇവക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടല്ല, എന്നാലും അച്ഛന് കൊടുത്തൊരു വാക്ക് എന്നുള്ള രീതിയിലാണ് ഇവള് പോവാൻ നിൽക്കുന്നത്. അടുത്ത സീനിൽ കാണിക്കുന്ന നമ്മുടെ ഇഫാന്റെ ഫ്രണ്ടും ഹാനും കൂടി ഗ്രാൻഡ് പാരന്റ്സിന്റെ അടുത്ത് എത്തുന്നതാണ്. ഇതേ സമയം ഇവൻ പറഞ്ഞത് ഓർമ്മയില്ലേ ഇവന്റെ ഗ്രാൻഡ് പാരന്റ്സ് രണ്ടുപേരും തെറ്റി നിൽക്കുകയാണെന്ന്. ഗ്രാൻഡ് പേ ആണെങ്കിൽ അവിടെ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും. ഗ്രാൻഡ് മദർ ആണെങ്കിൽ ഗ്രാൻഡ് പനെ വിളിക്കുന്നുണ്ടാവില്ല ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതേ സമയം ഹാൻ ആണെങ്കിൽ ഗ്രാൻഡ് പനെ ഹെൽപ്പ് ചെയ്യാൻ പോവാണ്. ഇതേ സമയം ഗ്രാൻഡ് പ പറയുന്നുണ്ട് നീ ഇതുവരെ ഇവരെ നന്നായിട്ട് ഒന്ന് പ്രോപ്പർ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല, ഇവളെ നന്നായിട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താ പറയും. ഇതേ സമയം ഇവനാണെങ്കിൽ ഒഫീഷ്യൽ ആയിട്ട് ഇവളുടെ കറക്റ്റ് ആയിട്ടുള്ള പേര് പറഞ്ഞു കൊടുത്തിട്ട് ഇവളെ അങ്ങ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇതേ സമയം ഇവർ രണ്ടുപേരും ഒന്ന് ഞെട്ടുന്നുണ്ടാവും. കാരണം ഇവിടെ വരുന്നത് മുതലേ ഇവര് രണ്ടുപേരും പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിൽക്കാണ് ഇവന്റെ എക്സിന്റെ പേര് പറയണമെന്ന്. ഇതേ സമയം ഇവൻ തന്നെ ഇവളുടെ പേര് തെറ്റിച്ച് പറയുന്നുണ്ടാവും. പിന്നെ ഇവര് രണ്ടുപേരും കൂടി തപ്പി തടുകയാണ്. ഇതേ സമയത്ത് തന്നെ ഇവര് രണ്ടുപേരും കൂടി എങ്ങനെയോ ഒപ്പിച്ച് പറയുന്നുണ്ട് അതൊരു ബ്രിഡ്ജിന്റെ പേരാണ്, അതിന്റെ അടുത്താണ് എന്റെ വീട് വരുന്നത്, എന്റെ പേര് വാങ് ലിനിൻ എന്നാണെന്ന് അവൾ തന്നെ അവളെ നന്നായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇതേ സമയം തന്നെ ഗ്രാൻഡ് മദറിന് പിടികിട്ടിയിട്ടുണ്ട് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന്. ഇതേ സമയം കൂടെ നിൽക്കുന്ന ആൾ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു പേരുള്ള ഒരു ബ്രിഡ്ജ് അവിടെ ഇല്ലല്ലോ എന്ന്. ഇതേ സമയം അവർ പറയുന്നുണ്ട് അത് പുതിയതായിട്ട് ഇപ്പൊ പണിത ബ്രിഡ്ജ് ആണെന്ന്. ഗ്രാൻഡ് പ ആണെങ്കിൽ കുറെ മുമ്പ് ഇവന്റെ അടുത്ത് ചോദിച്ചറിഞ്ഞിട്ടുണ്ട് ഇവന്റെ പണ്ടേത്തെ ലിന്നിന് ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ഫുഡാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഗ്രാൻഡ് ഒന്നുകൂടി സ്പൈസി ആയിട്ടുള്ള ഫുഡായിരിക്കും ഉണ്ടാക്കിയത്. ഇവക്കാണെങ്കിൽ അത് വായിലിട്ടതേ ഓർമ്മയുള്ളൂ. അപ്പൊ തന്നെ ഇവളത് മൊത്തം പുറത്തേക്ക് ആക്കിയിട്ടുണ്ടാവും. ഇതും കൂടി കാണുമ്പോൾ ഗ്രാൻഡ്മയുടെ ഡൗട്ട് ഒന്നുകൂടി കൂടും. എന്നിട്ട് ഗ്രാൻഡ്മ ആണെങ്കിൽ ഇവളെയും കാർ വാഷ് ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ഇതേ സമയം ഗ്രാൻഡ്മ ആണെങ്കിൽ മാറി നിൽക്കാൻ ഇവളെടുത്ത് പറയുന്ന സമയത്ത് ഇവളാണെങ്കിൽ ഗ്രാൻഡ്മയുടെ അടുത്ത് പറയും ഗ്രാൻഡ്മ അങ്ങോട്ട് മാറി നിൽക്കും, ഞാൻ നിങ്ങളെ സഹായിക്കാം, എനിക്ക് ഇതൊക്കെ ചെയ്ത് നല്ല പരിചയം ഉണ്ടെന്ന് പറയും. ഇവളാണെങ്കിൽ ഇവളുടെ ഡ്രസ്സും ചെരുപ്പും എല്ലാം കഴിച്ചിട്ട് ഇവള് അടിപൊളിയായിട്ട് ആ കാർ വാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. സംഭവം ഇവക്കാണെങ്കിൽ ഇതൊക്കെ ചെയ്ത് നല്ല തയക്കാണല്ലോ. ഇതും കൂടി കാണുമ്പോൾ ഗ്രാൻഡ്മക്ക് ഡൗട്ട് നന്നായിട്ട് കൂടും. എന്നിട്ട് ഇവളെ പിടിച്ചു നിർത്തി അവിടെ ഇരുത്തിയിട്ട് ഗ്രാൻഡ്മ ചോദിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലായി മോളെ നീ അല്ല വാങ് ലിനിൻ എന്ന്. എന്നിട്ട് ഇവളെടുത്ത് പറയുന്നുണ്ട് ഞാൻ മാപ്പിൽ തന്നെ നന്നായിട്ട് സെർച്ച് ചെയ്ത് ഞാൻ പോലും അങ്ങനെ പറയുന്ന ബ്രിഡ്ജിന്റെ ഒരു പേരേ ഇല്ല, ആദ്യം പറഞ്ഞത് നിന്റെ റിയൽ ആയിട്ടുള്ള പേരല്ലേ എന്ന് ചോദിക്കും. ഇതേ സമയം ഇവളാണെങ്കിൽ ഗ്രാൻഡ്മന്റെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ ഭയങ്കര സ്മാർട്ടാണ്, നിങ്ങൾ പറഞ്ഞ എല്ലാം സത്യമാണെന്ന്. എന്നിട്ട് ഇവള് വിശദീകരിച്ചു കൊടുക്കുകയാണ് ഞാൻ അവന്റെ ഫ്രണ്ട് മാത്രമാണ്, ഗ്രാൻഡ്മനെയും ഗ്രാൻഡ്പനെയും ഒന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു നാടകം നടത്തിയത്. സത്യം പറഞ്ഞ അവനും അവന്റെ ഗേൾഫ്രണ്ടും ആയിട്ട് ബ്രേക്കപ്പ് ആയി, അതുകൊണ്ട് അവനെ എന്റെ അടുത്ത് ആവശ്യപ്പെട്ടാണ് അവന്റെ ഗേൾഫ്രണ്ട് ആയിട്ട് അഭിനയിക്കാനെന്ന്. മുത്തശ്ശിക്കാണെങ്കിൽ ആ ഗേൾഫ്രണ്ട് പോയതിൽ നല്ല സന്തോഷം ഉണ്ടാവും, ഇവളെ കിട്ടിയതിലും നല്ല സന്തോഷം ഉണ്ടാവും. ഇവളെടുത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നിനക്ക് എങ്ങനെ ഈ വർക്കൊക്കെ ചെയ്യാൻ അറിയാന്ന്. ഇതേ സമയം ഇവളാണെങ്കിൽ മുത്തശ്ശിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്യും, ഞാൻ ഓൾഡ് ആയിട്ടുള്ള ആൾക്കാരെ സഹായിക്കും. ഇവളുടെ ഓരോ ജോബിനെ പറ്റി മുത്തശ്ശിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ഇവളുടെ ബിസിനസ് കാർഡും മുത്തശ്ശിക്ക് കൊടുക്കുന്നുണ്ടാവും. ഈ നമ്പറിൽ വിളിച്ചാൽ മതി, എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ ഉറപ്പായിട്ടും ആ സമയം തന്നെ വന്നിട്ട് റെഡിയാക്കി തരുന്നു ഇവൾ പറയുന്നുണ്ട്. അടുത്ത സീനിൽ കാണുന്ന നമ്മുടെ ഇഫാൻ അവളുടെ അമ്മയുടെ വീട്ടിൽ പോകുന്നതാണ്. ഈ സമയം അമ്മക്കാണെങ്കിൽ അവളെ കാണാൻ ഭയങ്കര സന്തോഷമാവും. അമ്മയാണെങ്കിൽ അവളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ടാവും, വെള്ളമൊക്കെ കൊടുത്ത് അവളെ ഇരുത്തിയിട്ട് അവളെ അടുത്ത് പറയുന്നുണ്ട് നീ നന്നായിട്ട് മെലിഞ്ഞു പോയി, നിനക്കൊന്നും കഴിക്കാൻ കിട്ടലില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്.
എന്നിട്ട് ഇവിടെ അടുത്ത് പറയുന്നുണ്ട്, നീ ഒന്നും കഴിക്കല്ലേ, നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണമെങ്കിൽ നീ എന്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി നിന്റെ ഓഫീസിൽ കൊണ്ടുപോയി എത്തിക്കാന്ന് പറയും. ഇതേ സമയം അവള് പറയുന്നുണ്ട് അതിന്റെ ആവശ്യമില്ലാന്ന്. അമ്മയ്ക്കാണെങ്കിൽ ഇവളെ കണ്ടിട്ട് കണ്ണൊക്കെ നിറയുന്നുണ്ട്. പണ്ട് ഇവളെ തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും ഇപ്പൊ ഇവളെ അടുത്ത് കുറച്ച് സ്നേഹമൊക്കെ ഉണ്ട്. എന്നിട്ട് ഇവളെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡംപ്ലിങ്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവൾക്ക് അതൊക്കെ കുടിക്കാൻ കൊടുക്കും. ഇവര് സംസാരിച്ചോണ്ട് നിൽക്കുന്നിടത്തേക്ക് തന്നെ ഒരു പയ്യൻ ഓടി വന്നിട്ട് അമ്മയെന്ന് വിളിച്ചിട്ട് വരുന്നുണ്ടാവും. ഇതേ സമയത്ത് ഇഫാൻ ഇത് കണ്ടിട്ട് അമ്മയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇതാരാന്ന്. ഇതേ സമയം അമ്മ പറയുന്നുണ്ട്, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ നിനക്കൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാന്ന്. ഇതേ സമയം ഇതെന്റെ സ്വന്തം മകനാണ്, ഇത് നിന്റെ ബ്രദർ ആണെന്ന് ഇവളുടെ അടുത്ത് പറയും. ഈ പയ്യനാണെങ്കിൽ ചോദിക്കുന്നുണ്ട് ഇഫാനെ കണ്ടിട്ട് ഇതാരാണെന്ന്. അതേ സമയം ഇഫാനും മനസ്സിലാവും ഇവളെ പറ്റി ഇതുവരെ ഈ അമ്മ ഇവന്റെ അടുത്ത് ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലാന്ന്. ഇഫാനപ്പോ ഓർക്കാണ് ഇപ്പൊ നോക്കിയാൽ അമ്മ ഇങ്ങനെ ഇവളെപ്പോഴും ഈ കുടുംബത്തിൽ നിന്ന് അകറ്റി നിർത്തിയിട്ടല്ലേ ഉള്ളൂ. ഇതെല്ലാം അവളിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. ഇതിനെ കുറിച്ചൊക്കെ അമ്മ ഇങ്ങനെ വിശദീകരിക്കുമ്പോഴാണ് ഇതേ സമയത്താണ് അടുത്ത ഇടുത്തിയായിട്ട് ഇതേ വരുന്ന ആ ആന്റി മുകളിൽ നിന്ന്. ഇതേ സമയത്ത് കാണാൻ നമ്മുടെ ഇഫാൻ ആണെങ്കിൽ ഒന്ന് കുതറി മാറുന്നുണ്ട്. അവളുടെ ആന്റിയെ കാണുമ്പോൾ തന്നെ അവൾക്ക് പണ്ടത്തെ പാസ്റ്റ് എല്ലാം കൂടി ഓർമ്മ വരികയാണ്. ആന്റി ആണെങ്കിൽ ഇവളെ കാണാൻ ഓടി വന്നിട്ട് ആരപ്പത്, ഞാൻ എത്ര കാലമായി നിന്നെ കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞ് ഇവളെ അടുത്തേക്ക് വരികയാണ്. ഇതേ സമയം അമ്മയ്ക്കാണെങ്കിൽ ഇവള് ബാക്കോട് മാറി നിന്ന് അമ്മയാണെങ്കിൽ ഈ ആന്റി ഇങ്ങനെ പിടിച്ചു നിർത്തുന്നുണ്ട്. ഇതേ സമയം ആന്റി ആണെങ്കിൽ ഞാനൊന്ന് അവളെ കാണട്ടെ, ഞാൻ അവളെ എത്ര കാലം വളർത്തിയാന്നൊക്കെ പറഞ്ഞ് അവളെ അടുത്തേക്ക് പോവാണ്. ഇതേ സമയം തന്നെ ഇഫാൻ ഈ അമ്മയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇവരെന്താ ഇവിടെയെന്ന്. അമ്മ പറയുന്നുണ്ട് ഇതൊരു കോയിൻസിഡൻസ് ആയിട്ട് അവർ ഇന്നലെ വന്നാണെന്ന്. ഈ ഒരു സീനിൽ നിന്ന് അമ്മനെ മാറ്റാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഈ ആന്റി പറയും, എനിക്ക് നല്ല തലവേദന, നീ ഒന്ന് പോയി മരുന്നെടുത്ത് വാന്ന് പറഞ്ഞ് അവരവിടുന്ന് പറഞ്ഞു വിടും. എന്നിട്ട് ഇവളെടുത്ത് പറയുന്നുണ്ട്, നിന്റെ കസിനല്ലേ എന്റെ മകൻ, അവന്റെ കല്യാണം നിശ്ചയിച്ചിട്ടുണ്ട്, പക്ഷെ ഭയങ്കര കഷ്ടം, അവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് നിൽക്കാൻ ഇതുവരെ ഒരു വീട് റെഡി ആയിട്ടില്ല എന്ന് പറയും. പിന്നെ നീ നന്നായിട്ട് സമ്പാദിക്കുന്നുണ്ടല്ലോ, നീ ആണെങ്കിൽ സിംഗിൾ ആണ്, ഒരുപാട് നീ പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ, നിനക്കാണെങ്കിൽ വലിയ പ്രാരാബ്ദമൊന്നും ഇല്ലല്ലോ, നിനക്ക് ഞങ്ങളെ സഹായിച്ചൂടെ എന്ന് പറഞ്ഞ് ക്യാഷ് അടിച്ച് മാറ്റാനുള്ള പരിപാടിയാണ് ഈ ആന്റിക്ക്. എന്നാൽ പണ്ട് മുതലേ ഈ ആന്റിയുടെ പരിപാടി ഇതായിരുന്നു. പണ്ട് മുതലേ ആന്റി ഈ ഇഫാനെ അമ്മ അയച്ചു കൊടുക്കുന്ന എല്ലാ പൈസയും ഈ ആന്റി ആയിരുന്നു എടുത്ത് മാറ്റി വെക്കുക. ഈ സമയം ഇഫാൻ ഈ ആന്റിയുടെ അടുത്ത് പറയും, നിങ്ങളുടെ അടുത്ത് പൈസ ഇല്ലേ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, എനിക്ക് പരിചയമുള്ള ഒരു പെൺകുട്ടിയുണ്ട്, നിങ്ങളെക്കാട് കുറച്ചും കൂടി 2 വയസ്സിന് മൂപ്പേ ഉള്ളൂ, അവരെ അങ്ങോട്ട് നമ്മുടെ കസിനെ അങ്ങ് പരിചയപ്പെടുത്തി കൊടുത്താലോ, എന്നാ പിന്നെ അവര് സെറ്റിലാവും, നിങ്ങൾക്ക് പിന്നെ വീടിന്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കാൻ വേണ്ടാന്ന് പറയും. ഇവളിങ്ങനെ കളിയാക്കിയാണ് ഇത് പറയുന്നത്. ഇതൊക്കെ കേട്ടോണ്ട് നമ്മുടെ ആന്റിയാണെ വല്ലാണ്ട് ഷൗട്ട് ചെയ്യാണ്, നീ എന്താടി, നിനക്ക് തൊള്ളക്ക് ഇത്രയും വലിപ്പമുണ്ടോ, നീ എന്തൊക്കെയാണ് വിളിച്ചറിയുന്നത്, നിന്നെ ഇത്രയും കാലം നിന്റെ അമ്മക്ക് പോലും വേണ്ടിയിരുന്നില്ല, ഞങ്ങളാണ് നിന്നെ വളർത്തിയെന്നൊക്കെ പറഞ്ഞ് ഇവളെ വല്ലാണ്ട് ഇൻസൾട്ട് ചെയ്യാണ്. കേട്ടോണ്ട് ഇഫാൻ അപ്പൊ തന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടാവും. ഇതേ സമയം അമ്മ അവളെ പിടിച്ചു നിർത്തിയിട്ട് പറയുന്നുണ്ട്, നിനക്ക് വേണ്ടി ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊക്കെ കഴിച്ചിട്ട് പോവാന്ന് പറയും. ഞാൻ ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങാണ്. ഇതേ സമയം അവൾ പറയുന്നുണ്ട്, എന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇതൊക്കെ, അച്ഛനെ വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടേക്ക് വന്നത് ഒക്കെ പറഞ്ഞ് അവൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി പോകും. ഇത് കഴിഞ്ഞോട് നമ്മുടെ ഇഫാൻ ആണെങ്കിൽ വീട്ടിലേക്ക് എത്തുന്നത് വളരെ വൈകിട്ടാണ്. അവള് വല്ലാണ്ട് സങ്കടപ്പെട്ട് അവിടെ ഇങ്ങനെ അവളുടെ റൂമിൽ വന്ന് കിടക്കുകയാണ്. ഇതേ സമയം അവളിങ്ങനെ കിടക്കുമ്പോഴാണ് അവിടെ ഫയർ വർക്ക്സ് നടക്കുന്ന സൗണ്ട് കേൾക്കുക. അവളിങ്ങനെ ഒന്ന് മനസ്സ് ശാന്താവാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി നോക്കുമ്പോൾ അവിടുന്ന് താഴോട്ട് അവൾ നോക്കുമ്പോൾ അവിടെ സാങ് ഉണ്ടാവും. ഈ ഒരു സീനോടെ നമ്മുടെ 7ാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇതുവരെ എന്റെ എപ്പിസോഡ് കണ്ട എന്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു എപ്പിസോഡായിട്ട് വരുന്നവരെ ബൈ.